me involved, get some talk show. I'll see the day before what this moment. ഹായ് ഫ്രണ്ട്സ്, H1B ജേർണലിസം ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം റീനു, ആദിയ സുമോഹൻ, നുസൈബ, ലക്ഷ്മി. ജൂലൈ 5 മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ ഓർമ്മയായിട്ട് 31 വർഷം തികയുന്നു. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. കായ് അബ്ദുറഹ്മാന്റെയും കുഞ്ഞോത്തുമ്മയുടെയും 6 മക്കളിൽ മൂത്ത ആളായിരുന്നു ബഷീർ. ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയ അദ്ദേഹം കുറെ വർഷങ്ങൾ ഇന്ത്യ ഒട്ടാകെ അലഞ്ഞു തിരിഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നേരിട്ടനുഭവിച്ച അദ്ദേഹം പിന്നീട് ലോകമറിയുന്ന സാഹിത്യകാരനായി മാറുകയാണ്. ജയിൽപ്പുള്ളികളും ഭിക്ഷക്കാരും പട്ടിണിക്കാരും അടങ്ങുന്ന സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾക്ക് അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ ജീവൻ വെച്ചു. ഏതൊരു സാധാരണക്കാരനും വായിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ബഷീറിന്റെ സാഹിത്യത്തിന് തീക്ഷ്ണമായ അനുഭവങ്ങളുടെ ചുവയുണ്ടായിരുന്നു. പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം, മാന്ത്രികപ്പൂച്ച എന്നിവ പ്രധാന കൃതികളാണ്. നിഘണ്ടുവിൽ പോലും കാണാൻ കഴിയാത്ത വാക്കുകളാണ് ബഷീർ സാഹിത്യത്തിന്റെ പ്രത്യേകത. പൊന്നാവണിപ്പാടം തേടി ഇല്ലാവയിൽ ചേക്കേറുന്നേ നെല്ലോലമേലൂഞ്ഞാലാടാൻ കുഞ്ഞാറ്റകൾ പാഞ്ഞോടുന്നേ. എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും. കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതൊക്കെ എൻ്റെ അനുഭവങ്ങളായിരുന്നു. ഇഫ് യു വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് നിനക്ക് തോന്നുന്നു അത് തന്നെ നീ ചെയ്യണം. ചിലപ്പോൾ തോറ്റുപോയെന്ന് വരും, പക്ഷേ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം, ഐ ആം ഡിഫറെൻറ്റ്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. എനിക്കൊരു റോസാ ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാം എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? എന്താ മിണ്ടാത്തെ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനങ്ങ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി, തരുമോ? ഓ, എന്തൊരു ചോദ്യം നാരായണി ഇത്, തരുമോന്ന്? നാരായണി, അവിടെ തന്നെ നിൽക്കണേ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. കൗതുകങ്ങളിൽ നിറഞ്ഞ വാർത്തയുമായി ആര്യ സുമോഹൻ. മന്ത്രിക്കെതിരെ പ്രതിഷേധം. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ആരോഗ്യമന്ത്രിക്കെതിരെ വ്യാജ പ്രചരണം വിശദീകരണ യോഗം സംഘടിപ്പിക്കൽ. ഈ മാസം 10 പത്തനംതിട്ട ടൗണിലാണ് യോഗം. പാലക്കാട് സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. നിപ ജാഗ്രതയോടെ മെഡിക്കൽ കോളേജ്. ആരോഗ്യ പ്രവർത്തകർ ക്വാറന്റൈനിൽ പ്രവേശിച്ചു. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. സമ്പർക്ക പട്ടികയിൽ 345 പേർ. സർവദേശീയ സാഹിത്യോത്സവം ഓൺലൈനിൽ ബുക്കിംഗ് 7 മുതൽ. വിമാന ദുരന്തം. എയർ ഇന്ത്യക്കെതിരെ ആരോപണവുമായി മരിച്ചവരുടെ ബന്ധുക്കൾ. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ യോഗ്യത തേടി ഇന്ത്യൻ വനിതകൾ. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞു. കേരളോത്സവം സെപ്റ്റംബർ 1 മുതൽ.